ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളെ ഏവരെയും അഭിമാനപ്പെടുത്തുന്നതും സന്തോഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ജൂലൈ 15. അതായത് ഇന്ത്യൻ ആസ്ട്രോണറ്റായ ശുഭാൻഷു ശുക്ല ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ടു ലാൻഡ് ഓൺ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നൊരു പൊൻതൂവൽ കൂടി ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു അത്. അതോടൊപ്പം തന്നെ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്. അദ്ദേഹം 18 ദിവസം സ്പേസിൽ സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായിട്ടും പല വ്യതിയാനങ്ങളും വരാൻ സാധ്യതകളുണ്ട്. ഇവ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഗുരുത്വബലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിലെ പേശികളിലും അസ്ഥികളിലും ഉണ്ടാകുന്ന ബലക്കുറവ്, തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂടുന്നത് കൊണ്ട് കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങൽ, ശ്വാസനാഡികളിൽ ഉണ്ടാകുന്ന തടസ്സം, അതേപോലെ മുഖം പെട്ടെന്ന് വിയർക്കുക, ശരീരത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ, അതേപോലെ ഇമ്മ്യൂണിറ്റി കുറയുക, ബാലൻസ്, കോർഡിനേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്നിവ കുറയുക, മോഷൻ സിക്നസ് ഉണ്ടാകുക, കൂടാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ കാരണങ്ങളാൽ തന്നെ ഒരു 7 days ഓഫ് റീഹാബിലിറ്റേറ്റീവ് ട്രീറ്റ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അസ്ഥികളുടെയും പേശിയുടെയും സ്ട്രെങ്ത് കൂട്ടുവാനായിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ് ട്രെയിനിങ്, അതോടൊപ്പം അറ്റൻഷൻ, കോൺസെൻട്രേഷൻ എന്നിവ കൂടുവാനായിട്ടുള്ള കോഗ്നിറ്റീവ് ട്രെയിനിങ്, ബാലൻസ്, കോർഡിനേഷൻ കൂടുവാനായിട്ടുള്ള ട്രെയിനിങ്, അദ്ദേഹത്തിന്റെ ന്യൂട്രീഷണൽ സപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുക്കുക, ഹൃദയ നിരീക്ഷണം, ഇതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ആൻഡ് കൗൺസിലിംഗ്, ഇവയെല്ലാം നൽകിക്കൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹത്തെ ഇനി നോർമൽ ഡേ ടു ഡേ റൂട്ടീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്.